എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം ദേശ് സജായ എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള ഖുദാ കി അപ്നി ബസ്തി എന്നുള്ള പാഠഭാഗത്തിൻ്റെ വർക്കുകളാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വർക്കുകളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ പ്രവർത്തനം നലം ഖുദാ കി അപ്നി ബസ്തി തരന്നം സെ ഖായേ. ഖുദാ കി അപ്നി ബസ്തി എന്നുള്ള പാട്ട് വളരെ ഈണത്തോടു കൂടി പാടൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തരന്നം എന്ന് പറഞ്ഞാൽ ഈണത്തോടു കൂടെ. രണ്ടാമത്തെ പ്രവർത്തനം എന്താണെന്ന് വായിച്ചു നോക്കാം. ഹിന്ദുസ്ഥാൻ കാ പ്യാരാ ഹേ, കേരൾ സബ്സെ ന്യാരാ ഹേ, നദിയാം അജലി സത്തിരി ഹേ, കൈസി പ്യാരി പ്യാരി ഹേ. ഹിന്ദുസ്ഥാൻ കാ പ്യാരാ ഹേ, ഹിന്ദുസ്ഥാൻ വളരെ പ്രിയപ്പെട്ടതാണ്, വളരെ മനോഹരമാണ്. കേരൾ സബ്സെ ന്യാരാ ഹേ, അതിൽ കേരളം വളരെയധികം വ്യത്യസ്തമാണ്. നദിയാം അജലി സത്തിരി ഹേ, നദികളെല്ലാം വളരെ വൃത്തിയുള്ളതാണ്. കൈസി പ്യാരി പ്യാരി ഹേ, എത്ര പ്രിയപ്പെട്ടതാകുന്നു. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഒന്നാമത്തെ ചോദ്യമാണ് കേരള കി നദിയാം കൈസി ഹേ, കേരളത്തിലുള്ള നദികൾ എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം. കേരള കി നദിയാം പ്യാരി പ്യാരി ഹേ, കേരള കി നദിയാം അജലി സത്തിരി ഹേ. അപ്പോൾ എന്താണ് അർത്ഥം? കേരള കി നദിയാം പ്യാരി പ്യാരി ഹേ, കേരളത്തിലുള്ള നദികളെല്ലാം വളരെ പ്രിയപ്പെട്ടതാകുന്നു, അതായത് വളരെ മനോഹരമുള്ളതാകുന്നു. കേരള കി നദിയാം അജലി സത്തിരി ഹേ, കേരളത്തിലുള്ള നദികളെല്ലാം വളരെ വൃത്തിയുള്ളതാകുന്നു. അടുത്ത ചോദ്യമാണ് കേരള മേ ബഹുത് സി നദിയാം ബഹത്തി ഹേ, ചുന്ത് നദിയോ കെ നാം ലിഖിയേ. കേരളത്തിൽ നിരവധി നദികൾ ഒഴുകുന്നുണ്ട്, അതിൽ കുറച്ച് നദികളുടെ പേരെഴുതൂ. അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം. കേരളത്തിലുള്ള 4 നദികളുടെ പേര് ഞാനിവിടെ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തേതാണ് പെരിയാർ, പമ്പ, ചാലിയാർ, ഭാരതപ്പുഴ. അടുത്ത പ്രവർത്തനമാണ് നാരിയൽ ഓർ സുപാരി ഹേ, ചായേ കാജു ന്യാരി ഹേ, ഹരി ബരി ഹരിയാലി ഹേ, ഹർ ജായേ ഖുഷിഹാലി ഹേ. നാരിയൽ ഓർ സുപാരി ഹേ, തേങ്ങയും അടക്കയുമുണ്ട്. ചായേ കാജു ന്യാരി ഹേ, അതിൽ ചായയും അതുപോലെ കശുവണ്ടിയും വളരെ വ്യത്യസ്തമാണ്. ഹരി ബരി ഹരിയാലി ഹേ, പച്ച നിറഞ്ഞ പച്ചപ്പുണ്ട്. ഹർജായേ ഖുഷി ഹാലി ഹേ, എല്ലായിടത്തും ഈ ഒരു സന്തോഷം നിലനിൽക്കുന്നു. അപ്പം നമുക്ക് ചോദ്യം നോക്കാം. ഇഷ്ആർ ഓർ സെ പഠിയേ, വരികൾ വളരെ ശ്രദ്ധയോടുകൂടി വായിക്കൂ. ഉന്മേ, അതിൽ ചന്ദ് പൈതാവറോം കെ നാം ഹേ, അതിൽ കുറച്ച് പൈതാവറോം അതായത് ഉൽപ്പന്നങ്ങളുടെ പേരുകളുണ്ട്. ഉസ് തരഹ് കി പൈതാവറോം കി ഫഹരിസത്ത് തയ്യാർ കീജിയേ, അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കൂ. കിസി ഏക് പൈതാവറോം പർ നോട്ട് തയ്യാർ കീജിയേ, അതിൽ ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിനെ കുറിച്ച് നോട്ട് എഴുതൂ. ആം, ടമാട്ടർ, ആലു, കട്ട്ഹൽ, നാരിയൽ. ആം എന്ന് പറഞ്ഞാൽ മാങ്ങ, ടമാട്ടർ തക്കാളി, ആലു ഉരുളൻകിഴങ്ങ്, കട്ട്ഹൽ ചക്ക, നാരിയൽ തേങ്ങ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പൈതാവർ അതായത് ഒരു ഉൽപ്പന്നത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ നോട്ട് എഴുതണം. അപ്പോൾ നമുക്ക് നാരിയലിനെ കുറിച്ചിട്ട് നോട്ട് എഴുതാം. നാരിയൽ കേരള കി ഏക് അഹം പൈതാവർ ഹേ, തേങ്ങ കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ്. പൈതാവർ എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നം. നാരിയൽ കാ പേട് കെ ഹർ ഹിസ്സെ ഇസ്തേമാൽ കർത്തേ ഹേ, തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഹിസ്സെ എന്ന് പറഞ്ഞാൽ ഭാഗങ്ങൾ, ഇസ്തേമാൽ എന്ന് പറഞ്ഞാൽ ഉപയോഗപ്പെടുത്തുക. നാരിയൽ കാ പാനി സിഹത് കെ ലിയെ ബഹുത് അച്ഛാ ഹേ, തേങ്ങ വെള്ളം ആരോഗ്യത്തിന് വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. നാരിയൽ കാ പാനി എന്ന് പറഞ്ഞാൽ തേങ്ങ വെള്ളം, സിഹത്, സിഹത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം, ബഹുത് അച്ഛാ ഹേ വളരെ നല്ലതാണ്. അപ്പോൾ നാരിയൽ കാ പാനി സിഹത് കെ ലിയെ ബഹുത് അച്ഛാ ഹേ, തേങ്ങ വെള്ളം ആരോഗ്യത്തിന് വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അടുത്ത പ്രവർത്തനമാണ് ആപ്പസ് മേ ന ലഡ്തേ ഹേ, മിൽ ജുൽ കർ ഹി രഹ്തേ ഹേ, കേരൾ മേ ജോ ബസ്തേ ഹേ, പ്യാരി പ്യാരി ഹോത്തേ ഹേ. ആപ്പസ് മേ ന ലഡ്തേ ഹേ, പരസ്പരം അടികൂടുന്നില്ല. മിൽ ജുൽ കർ ഹി രഹ്തേ ഹേ, ഒന്നിച്ചാണ് ജീവിക്കുന്നത്. കേരൾ മേ ജോ ബസ്തേ ഹേ, കേരളത്തിൽ വസിക്കുന്നവർ പ്യാരി പ്യാരി ഹോത്തേ ഹേ, വളരെ പ്രിയപ്പെട്ടവരാകുന്നു, അതായത് വളരെ നല്ലവരാകുന്നു. കേരള കെ ലോഗ് കൈസേ ഹോത്തേ ഹേ, കേരളയിലുള്ള ജനങ്ങളെല്ലാം എങ്ങനെയാണ്. ഇഷ്ആർ കി റോഷ്നി മേ നോട്ട് ലിഖിയേ, വരികളുടെ
അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നോട്ട് തയ്യാറാക്കൂ. इशार के मुताबिक केरला के लोग आपस में लड़ते नहीं बल्कि मिलजुल कर रहते हैं और बहुत प्यारे होते हैं. ഇഷാർ കെ മുതാബക് വരികൾ അനുസരിച്ച്, മുതാബക് എന്ന് പറഞ്ഞാൽ അനുസരിച്ച് എന്നാണ് അർത്ഥം. കേരള കെ ലോക് കേരളത്തിലുള്ള ജനങ്ങൾ ആപ്പസ് മേ ലഡ്തേ നഹി പരസ്പരം തല്ലുകൂടില്ല, ബൽക്കെ മറിച്ച് മിൽ ജുൽക്കർ രഹത്തെ ഹേ പരസ്പരം ഒന്നിച്ചാണ് അവർ ജീവിക്കുന്നത്. അവർ ബഹുത് പ്യാരെ ഹോത്തെ ഹേ അതുപോലെ തന്നെ അവർ വളരെയധികം സ്നേഹം നിറഞ്ഞവരാകുന്നു. അടുത്ത പ്രവർത്തനം നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് ഒരു ഫലത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്. ആ പ്രത്യേകതയിൽ നിന്നും ഇത് ഏത് ഫലമാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. മേരെ ബദൻ പർ കാണ്ടേ ഹേ എൻ്റെ ശരീരത്തിൽ മുള്ളുകളുണ്ട്. കാണ്ടേ എന്ന് പറഞ്ഞാൽ മുള്ളുകൾ. മേരെ ബദൻ പർ കാണ്ടേ ഹേ എൻ്റെ ശരീരത്തിൽ മുള്ളുകളുണ്ട്. മേ കേരള കാ റിയാസത്തി ഫൽ ഹൂം ഞാൻ കേരളയുടെ സംസ്ഥാന ഫലമാണ്. റിയാസത്തി ഫൽ എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഫലമാണ്. മേ ദുനിയാ കാ സബ്സെ ബഡാ ഫൽ ഹൂം ഞാൻ ഈ ഒരു ദുനിയാവിലെ ഏറ്റവും വലിയ ഫലമാണ്. മുജ്സെ കൈ തരഹക്കെ പക്വാൻ ബനായെ ജാത്തെ ഹേ എന്നെ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇനി എല്ലാവരും വട്ടത്തിലേക്ക് ശ്രദ്ധിക്കുക. ബോലോ ബോലോ മേ കോൻ ഹൂം പറയൂ പറയൂ ഞാൻ ആരാണെന്ന്. അപ്പോൾ ഈ ഒരു ഫലം ഏതായിരിക്കും മക്കളെ? ഇത് കട്ടഹലാണ്. എന്താണ് കട്ടഹൽ? കട്ടഹൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചക്ക. ഇനി ഇതുപോലെ നമ്മൾ ആനയുടെ പ്രത്യേകതകൾ ഉണ്ടാക്കണം. അപ്പോൾ ഒരു പ്രത്യേകത അവിടെ നൽകിയിട്ടുണ്ട്. മേ കാലാഹൂം ഞാൻ കറുത്തിട്ടാണ്. ഇനി നമുക്ക് എന്തെഴുതാം? മേ ബഹുത് ബഡാ ജാൻവർ ഹൂം ഞാൻ വളരെ വലിയ മൃഗമാണ്. മേ കേരള കാ റിയാസത്തി ജാൻവർ ഹൂം ഞാൻ കേരളയുടെ സംസ്ഥാന മൃഗമാണ്. മുജുക്കോ സൂണ്ട് ഹൂം എനിക്ക് തുമ്പിക്കൈ ഉണ്ട്. അടുത്ത ചോദ്യമാണ്. കട്ഹൽ കേരള കാ റിയാസത്തി ഫൽ ഹേ ചക്ക കേരളയുടെ സംസ്ഥാന ഫലമാണ്. इस तरह केरला के रियासती परिंदा जानवर फूल और पेड़ के नाम खानों में लिखिए ഇതുപോലെ കേരളയുടെ സംസ്ഥാന പക്ഷി, മൃഗം, പൂവ്, വൃക്ഷം എന്നിവയുടെ പേരുകൾ പെട്ടിക്കോളത്തിൽ എഴുതൂ. അപ്പോൾ ഒന്നാമതായി നൽകിയിട്ടുള്ളത് റിയാസ്തി പരിന്ദ സംസ്ഥാന പക്ഷി. അപ്പോൾ നമ്മുടെ കേരളയുടെ സംസ്ഥാന പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പലാണ്, അതായത് ഹാൻബിൽ. റിയാസ്തി ജാൻവർ റിയാസ്തി ജാൻവർ എന്ന് പറഞ്ഞാൽ സംസ്ഥാന മൃഗം, അത് ഹാത്തിയാണ്. ഹാത്തി എന്ന് പറഞ്ഞാൽ ആന. റിയാസ്തി ഫൂൽ എന്ന് പറഞ്ഞാൽ സംസ്ഥാന പൂവ്, അത് അമൽത്താസ് ആണ്. അമൽത്താസ് എന്ന് പറഞ്ഞാൽ കണിക്കൊന്ന. റിയാസത്തി പേട് എന്ന് പറഞ്ഞാൽ സംസ്ഥാന വൃക്ഷം. കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷം തെങ്ങാണ്, അതായത് നാരിയൽ കാ പേട്. അടുത്ത പ്രവർത്തനമാണ്. इस नज़म में शायर केरला की खूबसूरती बयान कर रहा है. नज़म का मतलब अपने अल्फाज में लिखिए. ഈ കവിതയിൽ കവി കേരളത്തിൻ്റെ ഭംഗിയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കവിതയുടെ അർത്ഥം നിങ്ങളുടെ വാക്കിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. नज़म खुदा की अपनी बस्ती कविता खुदा की अपनी बस्ती कुदरती खूबसूरत के बारे में बयान करता है. പ്രകൃതിപരമായിട്ടുള്ള ഭംഗിയെക്കുറിച്ചിട്ട് വിശദീകരിക്കുന്നു. ഹിന്ദുസ്ഥാൻ ബഹുത് ഖൂബ്സൂരത് ഹേ ഇന്ത്യ വളരെ ഭംഗിയുണ്ട്. ഉസ്മേ കേരൾ ന്യാരാ ഹേ അതിൽ കേരളം വളരെ വ്യത്യസ്തമാണ്. കേരൾ മേ നദിയാം അജലി സത്രി ഹേ കേരളത്തിൽ നദികളെല്ലാം വളരെ വൃത്തിയുള്ളതാണ്. വഹാ നാരിയൽ സുപാരി ചായ ഓർ കാജു ഹേ അവിടെ തേങ്ങ, അടക്ക, ചായ, കശുവണ്ടി എന്നിവയുണ്ട്. ഹരിയാലി സേ ഖുഷി ഹാലി ഹേ പച്ചപ്പ് കൊണ്ട് സന്തോഷം നിലനിൽക്കുന്നു. കേരൾ കെ ലോഗ് പഠനേമേ ആർ ലിഖനേമേ ആകെ ഹേ കേരളത്തിലുള്ള ജനങ്ങൾ പഠിക്കാനും എഴുതാനും മുന്നിലാണ്. ഓർ വോ മെഹനത് കർണേമേ ബി ആകെ ഹേ അവർ അധ്വാനിക്കാനും മുന്നിലാണ്. വോ ആപ്പസ് മേ ലഡ്തേ ഹേ അവർ പരസ്പരം തല്ലുകൂടില്ല. വോ മിൽ ജുൽക്കർ രഹത്തെ ഹേ അവർ പരസ്പരം ഒരുമിച്ചാണ് ജീവിക്കുന്നത്. അടുത്ത ചോദ്യമാണ്. നലം ഖുദാ കി അപ്നി ബസ്തി ഓർ സേ പഠിയെ ഓർ ഹം ആവാസ് അൽഫാസ് ചുൻകർ ലിഖിയെ കവിത ഖുദാ കി അപ്നി ബസ്തി വളരെ ശ്രദ്ധയോടുകൂടി വായിക്കൂ. എന്നിട്ട് അതിൽ നിന്നും ഹം ആവാസ് അൽഫാസ് തിരഞ്ഞെടുക്കൂ. ഹം ആവാസ് അൽഫാസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ
രണ്ട് വാക്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് വാക്യങ്ങളുടെയും അവസാനം ഒരേ ഉച്ചാരണമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ രണ്ട് വാക്കുകൾ ഹം ആവാസ് അൽഫാസ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ട്. ഹരിയാലി ഖുഷ്ഹാലി. എന്താണ്? ഹരിയാലി ഖുഷ്ഹാലി. അവിടെ ഹരിയാലി എന്നുള്ളതിന് അവസാനം വരുന്ന ഉച്ചാരണം ലി എന്നാണ്. അതുപോലെ ഖുഷ്ഹാലി എന്നുള്ളിടത്ത് അവസാനം വരുന്ന ഉച്ചാരണം ലി എന്നാണ്. അതുകൊണ്ട് തന്നെ അവ രണ്ടും ഹം ആവാസ് അൽഫാസ് ആണ്. അപ്പോൾ ഇനി കവിതയിൽ നിന്നും നമ്മൾ മറ്റ് ഹം ആവാസ് അൽഫാസ് തിരഞ്ഞെടുത്ത് എഴുതണം. ലഡ്ത്തെ ബസ്തെ. അപ്പോൾ ലഡ്ത്തെ എന്നുള്ളിടത്തും ബസ്തെ എന്നുള്ളിടത്തും അവസാനം തേ എന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഹം ആവാസ് അൽഫാസ് ആണ്. പിന്നെ എന്താണ്? പ്യാര, ന്യാര, ജാത്തെ, ഖാത്തെ. അടുത്ത പ്രവർത്തനമാണ് മൗസോ മസ്രഎ തയ്യാർ കീജിയെ. അനുയോജ്യമായ വാക്യങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ ഉദാഹരണം നൽകിയിട്ടുണ്ട്. നാരിയൽ കിത്തന അച്ചാ ഹെ. തേങ്ങ എത്ര നല്ലതാണ്. പാനി കിത്തന മീഠാ ഹെ. വെള്ളം എത്ര മധുരമാണ്. അപ്പോൾ ഇനി അതുപോലെ നമുക്ക് മറ്റ് രണ്ട് കോളവും പൂരിപ്പിക്കണം. ലോകവും പദ്മേ മേ ആകെ. ജനങ്ങൾ പഠിക്കാൻ മുന്നിൽ. ലോകവും ലിഖ്നേ മേ ആകെ. ജനങ്ങൾ എഴുതാൻ മുന്നിൽ. ലോക് ആപ്പസ് മേ ന ലഡ്തേ ഹെ. ജനങ്ങൾ പരസ്പരം അടികൂടുന്നില്ല. ലോക് മിൽ ജുൽ കർ രഹ്തേ ഹെ. ജനങ്ങൾ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. അടുത്ത പ്രവർത്തനം നോക്കാം. കഥകളി, ജഹാസ് റാണി, പുലിക്കളി और ओपना केरला के फन है यारो. कोलकली और अरबना शायरों की कमी नहीं है. साहिरों की है कितार. कुंजन तुंजन पूंदानम एमटी मोइनकुटी सरवर. बच्चों इन इशार में केरला के चंद फनून के नाम आए हैं. ചൂൻകർ ലിഖിയേ. അപ്പം നമുക്ക് അർത്ഥം പറയാം അല്ലേ? കഥകളി. കഥകളി എന്ന് പറഞ്ഞാൽ എന്താണ്? കഥകളി തന്നെ. ജഹാസ് റാണി. എന്താണ് മക്കളെ ജഹാസ് റാണി എന്ന് പറഞ്ഞാൽ? ജഹാസ് റാണി എന്ന് പറഞ്ഞാൽ വള്ളംകളിയാണ്. എന്താണ്? വള്ളംകളിയാണ്. പുലിക്കളി ഓർ ഒപ്പന കേരള കെ ഫൻ ഹേ. ഇവയെല്ലാം കേരളയുടെ കലകളാണ്. യാറോ കോൽക്കളി ഓർ അർബന. അർബനയും കോൽക്കളിയും കേരളയുടെ കലകളാണ്. ഷായറോ കി കമി നഹി ഹേ. കവികളുടെ കുറവില്ല. സാഹിറോ കി ഹേ കിത്താർ. അവരുടെ നിരകളാണുള്ളത്. ആരൊക്കെയാണ് അവർ? കുഞ്ചൻ, തുഞ്ചൻ, പൂന്താനം, എം.ടി, മോയിൻകുട്ടി, സർവർ എന്നിവരൊക്കെയാണ് അവർ. ബച്ചോ കുട്ടികളെ, ഇൻ ഇഷ്ആർ മേ കേരള കെ ചന്ദ് ഫനൂൻ കെ നാം ആയേ ഹെ. ഈ വരികളിൽ കേരളയിലുള്ള കുറച്ച് കലകളുടെ പേര് നൽകിയിട്ടുണ്ട്. ചൂൻകർ ലിഖിയെ. അവ കണ്ടെത്തി എഴുതൂ. അപ്പോൾ ഏതെല്ലാം കലകളാണ് ഈ വരികളിൽ നൽകിയിട്ടുള്ളത്? കഥകളി തന്നിട്ടുണ്ട്. ജഹാസ് റാണി, പുലിക്കളി, ഒപ്പന, കോൽക്കളി, അരബന എന്നിവയെല്ലാം തന്നിട്ടുണ്ട്. അടുത്തൊരു പ്രവർത്തനമാണ് കേരള കെ ബാരെ മേ ബഹുത് സി നളമേം ലിഖി ഗയി ഹെ. കേരളത്തിനെ കുറിച്ച് നിരവധി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഉൻ നളമോം കോ ഢൂണ്ട് കർ ലിഖിയേ. അത്തരം കവിതകളെല്ലാം തിരഞ്ഞുകൊണ്ട് എഴുതൂ. ഓർ ക്ലാസ് മേ പേഷ് കീജിയെ. എന്നിട്ട് നിങ്ങളത് ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലാസ്സിൽ അവതരിപ്പിക്കാനുള്ള ഒരു വർക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം. കവിത കണ്ടെത്തിയതിന് ശേഷം അത് നിങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കണം. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗവുമായിട്ട് കാണാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നന്ദി.